എൻ്റെ ഈ ഗുരുത്തക്കേട് മുഴുവൻ എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമെങ്കിൽ എന്തുമാത്രം അഭിനയിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഞാൻ വന്ന് നോക്കാമെന്ന് പറഞ്ഞു. അന്ന് പോയി കയറി. അപ്പം ഞാനൊരു ഊഹത്തിന് പറഞ്ഞോളൂ പോയി നോക്കുന്നു. പക്ഷെ ഞാൻ ഇവരെ ഫൈനൽ റിഹേഴ്സൽ കാണാൻ ചെല്ലുമ്പോൾ എൻ്റെ കണ്ണ് പറഞ്ഞ് അഭിനയിക്കണം കണ്ടിട്ട് ഞാൻ ഓർത്തില്ല ഇങ്ങനെ അഭിനയിക്കണമെന്ന്. അത് അങ്ങനത്തെ ഒരു ഡ്രാമയും കൂടിയാണ്, ഭയങ്കര ഫീലിങ്സും കാര്യങ്ങളൊക്കെ. അപ്പം ഗ്ലിസറിൻ പോലും ഇല്ലാണ്ടിരുന്ന് കരയുക. അപ്പം ഞാൻ തന്നെ ഇപ്പം എൻ്റെ കണ്ണിൽ നിന്ന് വെള്ളം വന്നു. ഞാൻ വലിയ ആളായിട്ടല്ല വെള്ളം വന്നു പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, ഞാൻ അടച്ചുപൂട്ടി വെച്ച് എന്തിനാ അഞ്ഞ് പറ. ഞാൻ ആ ഒരു ഫീലിലാണ് എന്റെ ബാക്കിയിലേക്ക് പോട്ടെ. അത് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ചെയ്തപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു തോന്നിയെന്ന് തോന്നണം. അതുകൊണ്ട് അവരുടെ കൂടെ ആ നാടകം ഞാൻ ഒരു 5-8 സ്റ്റേജോളം ഞങ്ങൾ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ നിർത്തി. അത് കഴിഞ്ഞിട്ടാണ് ഞാനും ചേട്ടായും കൂടെ ഒരുമിച്ച് ഉന്നാവു എന്ന് പറഞ്ഞ നാടകം, അത് ഒരൊറ്റ സ്റ്റേജ് മാത്രമേ ഭാഗ്യം ചെയ്ത ആളാണ്. അത് നമുക്ക് ഫീൽ ചെയ്തൊരു നാടകമായിരുന്നു. അത് നമുക്ക് ഹാർട്ടിൽ ടച്ച് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. സബ്ജക്റ്റും അങ്ങനെ ആയിരുന്നു. ഞങ്ങളോട് കറക്റ്റ് കണക്ട് ചെയ്യുന്ന കഥയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രണ്ടും ഓൾമോസ്റ്റ് ആ കഥാപാത്രങ്ങൾ തന്നെ. ഞങ്ങൾ ഡയറക്ടർ എന്താണ് എഴുതി വെച്ചേക്കുന്നത്, പുള്ളി എന്താ ചെയ്യുന്നത്, അത് ഞങ്ങൾ കറക്റ്റാണ്. ഒരുപക്ഷെ പുള്ളി എഴുതാൻ മറന്നുപോയ കുറേ സാധനങ്ങളും കൂടി ഞങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്നു.